അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ എന്താണ്? ഞാൻ കർത്താവിനോട് സംസാരിക്കുന്നു. എന്നാൽ പ്രവചിക്കുന്നവൻ, പ്രബോധിപ്പിക്കുന്നവൻ, നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഒന്നാണ് കാണുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്ന, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. എങ്കിലും അവൻ ആത്മാവിൻ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോടത്രേ സംസാരിക്കുന്നു. സോ യു നീഡ് ടു സ്പീക്ക് ഇൻ ടങ്സ്, ആൻഡ് വെൻ യു സ്പീക്ക് ഇൻ ടങ്സ് യു സ്പീക്ക് ടു ഗോഡ്. അതേസമയം നിങ്ങൾ പ്രവചിക്കണം, നിങ്ങൾ പ്രബോധിപ്പിക്കണം, നിങ്ങൾ വ്യാഖ്യാനിക്കണം. എന്തിനു വേണ്ടി? അതാണ് സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നത്. 4-ാമത്തെ വാക്യത്തിൽ അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഒരു പ്രയോജനമില്ലാത്തതല്ല. പക്ഷെ അന്യഭാഷ സംസാരിക്കുന്നവന്റെ പ്രയോജനം പ്രധാനമായും ആർക്കുള്ളതാണ്? അവനവന് തന്നെയാണ്. എന്നാൽ ബാക്കിയുള്ള വരങ്ങൾ പ്രവചിക്കുന്നവനോ പ്രബോധിപ്പിക്കുന്നവനെല്ലാം ആർക്ക് വേണ്ടിയാണ്? അല്ലെങ്കിൽ അതിന്റെ പ്രയോജനം ലഭിക്കുന്ന ആർക്കാണ്? സഭയ്ക്കാണ്. അതുകൊണ്ട് അന്യഭാഷ സംസാരിക്കുന്നതിനെ കുറച്ച് കാണിക്കേണ്ട കാര്യമില്ല. 5-ാമത്തെ വാക്യത്തിൽ പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം. എന്തുകൊണ്ട് എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം? കാര്യം അത് വലിയൊരു പ്രിവിലേജ് ആണെന്നേ. ആത്മാവിന്റെ ലോകത്തിലേക്കുള്ള പ്രവേശനമാണ് അന്യഭാഷ. കർത്താവിന്റെ മർമ്മങ്ങളെ അറിയുവാനും അവനോട് സംസാരിക്കാനും ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ എൻ്റെ ആത്മീക വർധനയ്ക്കുള്ള ഉപാധിയാണ് അന്യഭാഷ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. എന്നാൽ സഭയിൽ എപ്പോഴും അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആത്മീക വർധന ഉണ്ടാകുമായിരിക്കും, മറ്റുള്ളവർക്ക് ആത്മീക വർധന ഉണ്ടാവുകയില്ല. എന്നതിനാൽ മറ്റുള്ളവരുടെ ആത്മീക വർധന കൂടെ ഓർത്തുകൊണ്ട് സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് ആത്മീക വർധന ലഭിക്കുന്നതായ പ്രവചനത്തിനും പ്രബോധനത്തിനും ഭാഷകളുടെ വ്യാഖ്യാനത്തിനും മറ്റുള്ള കാര്യങ്ങളുമാണ്. 5-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് പോൾ പറയുന്നത്, നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ, അന്യഭാഷ വ്യാഖ്യാനിക്കുന്നുള്ള വാക്ക് അവിടെ വെച്ചിരിക്കും, തർജ്ജമ ചെയ്യുന്നതല്ല. നമുക്ക് ചിലപ്പോൾ ആലോചിക്കാനുണ്ട്, ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇടയ്ക്ക് ആളുകളുടെ സംശയങ്ങളും കൂടെ അങ്ങ് തീർത്ത് പോകുകയാണ്. ചില ആളുകൾ ചോദിക്കും, എടാ ഒരാൾ 4 വാക്ക് അന്യഭാഷ പറയുന്നത് കേട്ടു, പക്ഷേ അത് വ്യാഖ്യാനിച്ചവൻ 16 വാക്കാണല്ലോ പറഞ്ഞത്. നമ്മുടെ ചിന്ത അന്യഭാഷ തർജ്ജമ ചെയ്യുകയാണെന്നാണ്. അന്യഭാഷ തർജ്ജമ ചെയ്യുന്നെന്നല്ല ഇവിടെ പറയുന്നത്. എന്താണ്? ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമായി ഞാൻ ഈ എടുത്തു പറയുന്നത്. അതുകൊണ്ട് 4 വാക്ക് പറഞ്ഞാലും പ്രശ്നമില്ല. 4 വാക്കിന് 40 വാക്ക്, 4 വാക്ക് അന്യഭാഷ പറഞ്ഞിട്ട് 40 വാക്ക് അതിന് വ്യാഖ്യാനം കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, പ്രോബ്ലം ഇല്ല. കാര്യം അത് വ്യാഖ്യാനമാണ്, ഇല്ലേ? വാക്കുകളുടെ വ്യാഖ്യാനമല്ല, ശരിക്കും ദൈവത്തിന്റെ ദൂതിന്റെ വ്യാഖ്യാനമാണ്. ദൈവം പറയുന്ന ദൂത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പിന്നെ when I interpret the tongues, you know what happens? I speak to you. നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. അന്യഭാഷയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലെല്ലാം പറയേണ്ട വലിയ കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാകേണ്ട രീതിയിൽ പറയുമ്പോഴാണ് അതിന് നീളം വേണ്ടി വരുന്നത്. ഞാൻ when I speak in Tanzania, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. പാസ്റ്റർ മകമ്പെ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹം നോർമലി എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഈസ് എ വെരി ഗുഡ് ട്രാൻസ്ലേറ്റർ. എന്തുകൊണ്ടാണെന്നറിയാമോ? 1-ാമത്തെ കാര്യം, ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊരു ആശയം പറയുമ്പോഴത്തേക്ക് പുള്ളി അങ്ങ് എൻജോയ് ചെയ്ത് എന്താ പറയുക, ഓ വെരി ഗുഡ്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 1/2 മണിക്കൂർ പുള്ളി അങ്ങ് പ്രസംഗിക്കും. പുള്ളി പ്രസംഗിക്കുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഈ 4 വാക്ക് പറഞ്ഞത് പുള്ളി, ഈ മകമ്പെ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? അതിൻ്റെ ആഴം ഗ്രഹിച്ചു, അതിൻ്റെ ആശയം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ഇരിക്കുന്ന സ്വാഹിലി മാത്രം മനസ്സിലാകുന്ന ആളുകൾക്ക് ഇത് 4 വാക്കിൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ല. കാര്യം അവർ ഗ്രാമീണരായ സാധാരണക്കാരായ ആളുകളാണ്. 10,000 മെമ്പേഴ്സുള്ള സഭയാണ്. ഡാറുസലാമിന്റെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സഭയാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ പാസ്റ്ററാണ്. അതുകൊണ്ട് തൻ്റെ ജനങ്ങൾക്ക് ഈ ആശയം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇതുപോലെ ഒരു ദൈവത്തിന്റെ ദൂത് അന്യഭാഷയിലൂടെ ഒരാൾ സംസാരിക്കുമ്പോൾ വ്യാഖ്യാനിക്കുന്ന വ്യക്തി കൂടുതൽ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നിങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മുടെ ഭാഷയിൽ നമുക്ക് ബോധ്യമാകുന്ന രീതിയിൽ കൂടുതൽ സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് തർജ്ജിമയല്ല, പ്രത്യുത ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കണം. 5-ാമത്തെ വാക്യത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. ആരേക്കാൾ? വെറുതെ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനേക്കാൾ വലിയവൻ. കാരണം വെറുതെ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നില്ല, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. ഇവിടെ ഓരോ വ്യക്തിയോടും ദൂത് പറയുന്നതിനെ കുറിച്ചല്ല, സഭയോട് ദൂത് പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രവചിക്കുന്നവൻ എന്ന് പറയുമ്പോൾ, കാര്യം
ഒരു സഭായോഗത്തിന് ഇപ്പോൾ ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, വരുന്ന എല്ലാവരും തലേ കൈ വെച്ച് ഓരോരുത്തർക്കും ദൂത് പറയുന്നത് കുഴപ്പമില്ല. പക്ഷേ ഓരോ ദൂതും ഓരോ വ്യക്തിക്ക് ആത്മീയ പ്രവർത്തനം വരുത്തുന്നുള്ളൂ. അതിനേക്കാൾ വലുതാണ് ഈ പുൾപിറ്റിൽ കയറി നിന്നിട്ട് സഭയ്ക്കുള്ള ദൂത് പറയുന്നത്. ഓരോരുത്തരുടെ തലേ കൈവച്ച് പറയുന്ന പ്രവാചകനേക്കാൾ വലിയവനാണ് സഭ. വലിയവൻ ഞാൻ പറഞ്ഞത് പോളിൻ്റെ ഭാഷ ഉപയോഗിച്ച്, അല്ലാതെ റാങ്കിങ് ആണെന്ന് ചിന്തിക്കരുത്. അതിനേക്കാൾ വലിയ കാര്യമാണെന്ന് ചിന്തിച്ചാൽ മതി. വലിയവൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ എക്സോൾട്ട് ചെയ്യുന്ന കാര്യമല്ല, അതിനേക്കാൾ വലിയ കാര്യമാണ്. ഓരോരുത്തരുടെ തലേ കൈവച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ വലിയ കാര്യമാണ് എന്ത്? ദൈവാത്മാവിൽ നിറഞ്ഞ് സഭയുടെ പുൾപിറ്റിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്? സഭയോട് ദൂത് പറയുന്നത്. കാര്യം ഓരോരുത്തരോട് പറഞ്ഞാലും ആ പറയുന്ന ആളുകൾക്കേ പ്രയോജനമുള്ളൂ. സഭയോടുള്ള പ്രവചനം അത് അന്യഭാഷ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുന്നതല്ല. വ്യാഖ്യാനപരവും പ്രവചനപരവും രണ്ടാണെന്ന് നമ്മൾ കണ്ടു. പ്രവാചകൻ എന്ന് പറയുന്നത് പുൾപിറ്റിൽ നിന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വെളിപ്പാട് പ്രസംഗിക്കുന്നവൻ, അവനാണ് ഇവിടെ പ്രവാചകൻ. സ്വയം ഇരുന്ന് അന്യഭാഷ പറയുന്നതിനേക്കാളും അന്യഭാഷ പറഞ്ഞ് ഓരോരുത്തരോട് ദൂത് പറയുന്നതിനേക്കാളും വലിയ കാര്യമാണ് പുൾപിറ്റിൽ നിന്ന് സഭയോട് ദൂത് പറയുന്നത്. ഇവിടെ പ്രവചനവും ഉപദേശവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ യുക്തിയെ സ്പർശിക്കുന്നതാണ്. കാര്യം അത് ചോദ്യം ചെയ്യാവുന്നതാണ്. പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ സ്പർശിക്കുന്നതാണ്. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് നൽകുന്നത് ഒരു പഠനം നൽകുകയല്ല, ആത്മീക വർധന വരുത്തുകയാണ്. അതാണ് വ്യത്യാസം. വെൻ ഐ ടീച്ച് ഓൺ എ സബ്ജക്റ്റ്, അത് നിങ്ങൾക്ക് ഉപദേശപരമായിട്ട് അത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. ഉപദേശം എന്ന് പറയുന്നത് ഒരു കൃപാവരമാണ്. ഞാനൊരു ഉപദേശം പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ അത് ഉറപ്പിക്കുകയാണ്. പക്ഷേ വെൻ ഐ സ്പീക്ക് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്, എനിക്ക് ദൈവം നൽകിയ വെളിപ്പാടുകൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ഞാൻ വെളിപ്പാടെന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടിയ കാഴ്ചയല്ല, വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുന്ന ദൂതുകൾ, ഇൻസ്പയർഡ് സ്പീച്ച് നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുകയാണ്. അത് നിങ്ങളെ അടിമുടി രൂപാന്തരപ്പെടുത്തുകയാണ്. കാര്യം ഉപദേശം നിങ്ങളുടെ വിശ്വാസത്തെയാണ് രൂപാന്തരപ്പെടുത്തുന്നത്, പ്രവചനം നിങ്ങളുടെ ജീവിതത്തെയാണ് രൂപാന്തരപ്പെടുത്തുന്നത്. ഇപ്പൊ സ്നാനത്തിന്റെ ഉപദേശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പുസ്തകം എഴുതി സ്നാനത്തെക്കുറിച്ച്. അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി വ്യത്യാസപ്പെടുത്തുന്നു എന്നുള്ളതല്ല അവിടുത്തെ അർത്ഥം. നിങ്ങൾക്ക് സ്നാനം എന്ന വേദപുസ്തക വിഷയത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന ധാരണകളെ രൂപാന്തരപ്പെടുത്തിയേക്കും ബിബ്ലിക്കലായിട്ട്. പക്ഷേ വെൻ ഐ സ്പീക്ക് എ പ്രൊഫസി, ഇൻസ്പയർഡ് സ്പീച്ച്, അത് നിങ്ങളുടെ ഉപദേശങ്ങളെ രൂപാന്തരപ്പെടുത്തുകയല്ല, പ്രത്യുത നിങ്ങളുടെ ജീവിതത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുക. അതുകൊണ്ടാണ് പ്രവചിക്കുന്നവൻ അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു എന്ന് പറയുന്നത്. 6-ാമത്തെ വാക്യം അവിടെ വായിക്കുമ്പോൾ സഭയ്ക്ക് പ്രയോജനമുള്ളതായ പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 6-ാമത്തെ വാക്യത്തിൽ പോൾ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളുടെ അടുക്കൽ സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? വെളിപ്പാട്, ജ്ഞാനം, പ്രവചനം, ഉപദേശം ഇതെല്ലാം സഭയെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അത് പൊതുപ്രയോജനമുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വരാതെ ഞാൻ വരുമ്പം മുതൽ പോകുന്നത് വരെ ഇവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനം? നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, മുഴുവൻ സമയം അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് പുൾപിറ്റേ നിന്നിട്ടല്ല. അന്യഭാഷ പറയാൻ ഏറ്റവും പറ്റിയ സ്ഥലം നിങ്ങളുടെ വീടാണ്. നിങ്ങൾ അടുക്കളയിലിരുന്ന് ഇരിക്കുമ്പോൾ, നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആരും പേടിക്കൊന്നും വേണ്ട. അന്യഭാഷ പറഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞ് വണ്ടി എവിടെയും ചെന്ന് ഇരിക്കുമെന്നൊന്നും ആരും പേടിക്കൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ പ്രൈവറ്റ് പ്രേയറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാ അല്ലെങ്കിൽ ഒരു അന്യഭാഷ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് ഫോർ പ്രെയർ, പ്രാർത്ഥനയിലാണ്. 14-ാമത്തെ വാക്യത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാനാണ്. അതിനെക്കുറിച്ച് ആത്മാവ് കൊണ്ടുള്ള പോൾ പറയുന്നുണ്ട്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥനയ്ക്കാണ് വാസ്തവത്തിൽ അന്യഭാഷ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത്. ഇൻ മൈ പ്രൈവറ്റ് പ്രെയർ എനിക്ക് 2 രീതിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ പേഴ്സണൽ പ്രെയറിൽ എനിക്ക് അന്യഭാഷ അത്യാവശ്യമാണ്, കാരണം എൻ്റെ ആത്മീക വർധന അതുകൊണ്ട് നടക്കുന്നുണ്ട്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അറിയാവുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കണം. വെൻ ഐ പ്രേ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ പരിചയക്കാരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു, ലോക സുവിശേഷീകരണത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു, ആഫ്രിക്കയിലെ രാജ്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു, വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ബുദ്ധിയിലാണ്. കാര്യം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നതാണ് ബുദ്ധിയിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയും എനിക്ക് പ്രാർത്ഥിക്കേണ്ടി വരും. ബുദ്ധിയിൽ എനിക്ക് അറിയാവുന്ന കാര്യമല്ല, എൻ്റെ മൈൻഡിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ എൻ്റെ മൈൻഡിലേക്ക് വരാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? ഞാനിപ്പോൾ ആഫ്രിക്കയിലെ 4 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 75 രാജ്യങ്ങളുണ്ട്. ആ 75 രാജ്യങ്ങളുടെ പേര് പോലും എനിക്ക് ശരിക്കും അറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് മാക്സിമം മാപ്പ് നോക്കി ഞാൻ ഈ 75 രാജ്യങ്ങളുടെ പേര് വെച്ച് എനിക്കങ്ങ് പ്രാർത്ഥിക്കാമെന്ന് വെച്ചു. പക്ഷേ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റിനെ കുറിച്ച് പോലും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി ഉണ്ടാകാം നമ്മുടെ സഭയിൽ. ആഫ്രിക്ക ഇന്ത്യയുടെ ഒരു ഭാഗമാണോ എന്നറിയാൻ വയ്യാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. ആഫ്രിക്കയിലെ മിക്ക ആളുകളുടെയും ചിന്ത ദുബായ് ഇന്ത്യയുടെ ഭാഗമാണെന്നാണ്.
അവർക്ക് ദുബായ് വേറെ രാജ്യമാണെന്നുള്ള അവർക്ക് അറിയത്തില്ല. ഇതുപോലെയുള്ള ഒരു വ്യക്തി അവരെങ്ങനെയാണ് ലോക സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവർക്ക് ബുദ്ധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ബുദ്ധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ഈ ചിന്തകളെല്ലാം അവരുടെ മൈൻഡിൽ കയറിയാലേ പറ്റുള്ളൂ. അവരുടെ മൈൻഡിൽ കയറത്തക്ക രീതിയിൽ അവർക്ക് ബുദ്ധിയിൽ വികാസമുള്ളവരെ അല്ല. നമ്മളും ബുദ്ധിയിൽ വികാസമുള്ളവരല്ല. എല്ലാ കാര്യങ്ങളൊന്നും ആരുടെയും ബുദ്ധിയിലില്ലല്ലോ. അപ്പൊ എൻ്റെ ബുദ്ധിയിലില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരുമ്പോൾ എൻ്റെ ബലഹീനതയ്ക്ക് പരിശുദ്ധാത്മാവ് കൂട്ടുനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ലല്ലോ. ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ ബലഹീനതയ്ക്ക് അവൻ കൂട്ടുനിൽക്കുകയാണ്. എന്താണ് ബലഹീനത? ബലഹീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാപങ്ങൾക്ക്, ഇതൊക്കെയാണ് പലപ്പോഴും ഉണ്ടാകുന്ന വലിയ പ്രശ്നം. ഇതാണ് നമ്മളൊക്കെ ഈ കാര്യങ്ങൾ വായിക്കുമ്പോഴെല്ലാം ദുർവ്യാഖ്യാനങ്ങൾ ഒത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അവിടെ എൻ്റെ ബലഹീനത എന്ന് പറയുന്നത് എൻ്റെ പാപങ്ങളല്ല. അവിടെ എൻ്റെ ബലഹീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൻ്റെ ബലഹീനതയാണ്, എൻ്റെ ബുദ്ധിയുടെ ബലഹീനതയാണ്. എൻ്റെ മൈൻഡിലേക്ക് കടന്നു വരാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തുണ നിൽക്കുന്നു. ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, ഞാൻ അറിയാത്ത രാജ്യങ്ങൾക്ക് വേണ്ടി, ഞാൻ അറിയാത്ത ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അതെൻ്റെ മൈൻഡിൽ കടക്കാത്തത് കൊണ്ട് എനിക്ക് അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഐ എൻറ്റർ ഇൻ ടു എ സ്പിരിറ്റ് വേൾഡ്. ഞാൻ ആത്മലോകത്തിലേക്ക് പ്രവേശിച്ച് ആത്മാവിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നു.